സോ നമുക്കിനി നോക്കാനുള്ളത് ബൈനറി ട്രീ എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഡെഫിനിഷൻ ഒന്ന് നോക്കി നോക്കാം. എ റൂട്ടഡ് ട്രീ ഈസ് കോൾഡ് എൻ എമറേറ്റ് ട്രീ ഇഫ് എവറി ഇൻറ്റേർണൽ വേർട്ടെക്സ് ഹാസ് നോ മോർ ദാൻ m children. The tree is called a full emerate tree if every internal vertex has exactly m children. എന്താണ് ബൈനറി ട്രീയുടെ ഡെഫിനിഷനിൽ പറയുന്നത്? ഒരു റൂട്ടഡ് ട്രീ, അതായത് നമ്മൾ ട്രീനെ എന്ത് ചെയ്യുന്നു, റൂട്ട് അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ലെവൽസ് ആക്കിയിട്ട് റൂട്ടിൻ്റെ താഴെ പാരൻറ്റ്, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ചൈൽഡ്, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ട്രീനെ റൂട്ടഡ് ട്രീ ആക്കുന്നു. അങ്ങനെയുള്ളൊരു റൂട്ടഡ് ട്രീനെ നമ്മളൊരു എമറേറ്റ് ട്രീ എന്ന് വിളിക്കുക എപ്പോഴാണ്? അതിൻ്റെ എല്ലാ ഇൻറ്റേർണൽ വേർട്ടെക്സിനും നോ മോർ ദാൻ m children, അതായത് അറ്റ്മോസ്റ്റ്, ദാറ്റ് മീൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ എമറേറ്റ് ട്രീ എന്ന് നമ്മളതിനെ വിളിക്കണമെങ്കിൽ അതിൻ്റെ ഇൻറ്റേർണൽ വേർട്ടെക്സിന് ഒന്നുകിൽ m children ഉണ്ടാവാം, അല്ലെങ്കിൽ ലെസ് ദാൻ m children ആയിരിക്കണം അതിൻ്റെ ഓരോ ഇൻറ്റേർണൽ വേർട്ടെക്സിനും ഉണ്ടായിരിക്കേണ്ടത്. The tree is called a full emerate tree if every internal vertex has exactly m children. ഇനി ആ ഒരു ട്രീനെ നമുക്ക് എമറേറ്റ് ട്രീ എന്ന് നമ്മൾ എപ്പോഴാണ് വിളിക്കുക? ഒന്നുകിൽ m children, എല്ലാ ഇൻറ്റേർണൽ വേർട്ടിസസിനും m children, അല്ലെങ്കിൽ ലെസ് ദാൻ m children. ഓക്കെ, ഇനി എപ്പോഴാണ് നമ്മളതിനെ ഒരു ഫുൾ എമറേറ്റ് ട്രീ എന്ന് വിളിക്കുന്നത്? അതിൻ്റെ ഓരോ ഇൻറ്റേർണൽ വേർട്ടെക്സിനും എക്സാക്ട്ലി m children ഉണ്ടായിരിക്കുക. എക്സാക്ട്ലി m children ആണ് ഓരോ ഇൻറ്റേർണൽ വേർട്ടെക്സിനും ഉള്ളത് എങ്കിൽ നമുക്ക് ആ ട്രീനെ എന്ത് വിളിക്കാം? ഫുൾ എമറേറ്റ് ട്രീ എന്ന് വിളിക്കാം. ഓക്കെ, എൻ എമറേറ്റ് ട്രീ വിത്ത് m equals 2 ഈസ് കോൾഡ് എ ബൈനറി ട്രീ. അപ്പോൾ ഒരു എമറേറ്റ് ട്രീനെ നമ്മൾ എപ്പോഴാണ് ബൈനറി ട്രീ എന്ന് പറയുന്നത്? എമ്മിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ബൈനറി ട്രീ. ഓക്കെ, എമ്മിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ വി ക്യാൻ കോൾ ദാറ്റ് ട്രീ ആസ് എ ബൈനറി ട്രീ. എ ട്രീ ഈസ് സെഡ് ടു ബി എ ബൈനറി ട്രീ വേർ ഈച്ച് നോഡ് ക്യാൻ ഹാവ് അറ്റ്മോസ്റ്റ് 2 children. അതായത് അതിൻ്റെ ഇൻറ്റേർണൽ നോഡ്, ഒരു ട്രീനെ നമ്മളെപ്പോഴും ബൈനറി ട്രീ എന്ന് എപ്പോഴാണ് പറയുക? അതിൻ്റെ ഇൻറ്റേർണൽ നോഡ്, ഓരോ ഇൻറ്റേർണൽ നോഡിനും ഒന്നുകിൽ 2 children വരെ ആവാം. മാക്സിമം 2 children വരെ ആകാം. അതായത് 0, 1, 2 അത്രയും വരെ ആകാം. ഓക്കെ, സോ അങ്ങനെയുള്ളൊരു ട്രീ ആണെങ്കിൽ നമുക്ക് ആ ട്രീനെ എന്ത് പറയാം? ബൈനറി ട്രീ എന്ന് പറയാം. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നമുക്ക് കാണുന്ന ഈ ഒരു ട്രീ T1 എന്ന് പറയുന്ന ട്രീ ഒന്ന് നോക്കിക്കാം. അതിനകത്ത് T1 ഈസ് എ ഫുൾ ബൈനറി ട്രീ ബിക്കോസ് ഈച്ച് ഓഫ് ഇറ്റ്സ് ഇൻറ്റേർണൽ വേർട്ടിസസ് ഹാസ് 2 children. അപ്പോൾ ഇൻറ്റേർണൽ വേർട്ടിസസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ഇൻറ്റേർണൽ വേർട്ടിസസ്? സോ ഇപ്പോൾ ഈ ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇൻറ്റേർണൽ വേർട്ടെക്സ് ആണ്, ദെൻ ഇത് ഇൻറ്റേർണൽ വേർട്ടെക്സ് ആണ്. ഇത് 2 വേർട്ടിസസ് ഉണ്ട്. സോ ഇതിന് 2 വേർട്ടിസസ് ഉണ്ട്. സോ എന്താണ്, ഓരോ ഇൻറ്റേർണൽ വേർട്ടിസസിനും എന്തുണ്ട്? 2 ചിൽഡ്രൻ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഓരോ ഇൻറ്റേർണൽ വേർട്ടിസസിനും 2 ചിൽഡ്രൻ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഒരു ട്രീയിലുള്ള ഓരോ ഇൻറ്റേർണൽ വേർട്ടിസസിനും എക്സാക്റ്റ് 2 children ആണ് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ഈ T1 എന്ത് പറയാം? ഫുൾ ബൈനറി ട്രീ എന്ന് പറയാം. അതിൻ്റെ തൊട്ട് താഴെയുള്ള ഈ ഒരു ട്രീ നോക്കിക്കേ. തൊട്ട് താഴെയുള്ള ഈ ഒരു ട്രീനകത്ത് നമുക്ക് T2 എന്ന് പറയുന്നത് T2 is not a binary tree because root node has 3 children. അതായത് ഇതിൻ്റെ ഇൻറ്റേർണൽ നോഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലീഫ് നോഡ് അല്ലാത്ത ബാക്കിയുള്ളതെല്ലാം എന്താണ്? ഇൻറ്റേർണൽ നോഡാണ് അല്ലേ? ലീഫ് നോഡ് അല്ലാത്ത ബാക്കിയുള്ളതെല്ലാം ഇൻറ്റേർണൽ നോഡാണ്. അപ്പം ഇതിനകത്ത് അതായത് ഈ T2 എന്ന് പറയുന്ന ട്രീനകത്ത് നമ്മുടെ ഈ റൂട്ട് നോഡ് ഇൻറ്റേർണൽ നോഡിലാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലേ? ആ ഇൻറ്റേർണൽ നോഡിന് 3 children വരുന്നുണ്ട്. അപ്പോൾ T2 എന്തല്ല? ബൈനറി ട്രീ അല്ല. T1 ഫുൾ ബൈനറി ട്രീ ആണ്. കാരണം T1ലുള്ള എല്ലാ ഇൻറ്റേർണൽ വേർട്ടെക്സിനും എക്സാക്റ്റ് 2 children ആണുള്ളത്. അപ്പോൾ T1 ഒരു ഫുൾ ബൈനറി ട്രീക്ക് എക്സാമ്പിളാണ്. T2 എന്ന് പറയുന്നത് ബൈനറി ട്രീയേ അല്ല. ഇനി അടുത്തത് നോക്കിക്കേ. അടുത്തത് T3 നോക്കുമ്പം നമുക്ക് T3 എന്താണെന്ന് നോക്കിയേക്കാം.
T3 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബൈനറി ട്രീ ബിക്കോസ് ഇറ്റ്സ് ഇൻറ്റേർണൽ വേർട്ടിസസ് ഹാസ് അറ്റ്മോസ്റ്റ് 2 ചിൽഡ്രൻ. അപ്പോൾ T3യിൽ എങ്ങനെയാണ് വരുന്നത്? T3യുടെ കേസിൽ നമുക്ക് നോക്കി നോക്കാം. T3യുടെ കേസിൽ റൂട്ട് നോഡിന് എന്താണ് 2 ഇൻറ്റേർണൽ വേർട്ടെക്സ് റൂട്ട് നോഡിന് 2 ചിൽഡ്രൻ വരുന്നുണ്ട് അല്ലേ? റൂട്ട് നോഡിന് 2 ചിൽഡ്രൻ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് ചൈൽഡിന് എത്ര ചിൽഡ്രൻ വരുന്നുണ്ട്? 2 എണ്ണം വരുന്നുണ്ട് അല്ലേ? അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ലെഫ്റ്റിന് 2 എണ്ണം വരുന്നുണ്ട് അല്ലേ? ദെൻ റൂട്ട് നോഡിൻ്റെ റൈറ്റ് എടുത്തപ്പം അതിന് 2 ചിൽഡ്രൻ വരുന്നുണ്ട്. അതിൻ്റെ ലെഫ്റ്റിന് 2 എണ്ണം വരുന്നുണ്ട്. റൈറ്റിന് 1 ചൈൽഡ് വരുന്നുണ്ട്. പക്ഷേ എന്താണ് ഇവിടെ ഒരു കാര്യം നിങ്ങൾ നോക്കേണ്ടത്, ഇൻറ്റേർണൽ വേർട്ടിസസിനെല്ലാം അറ്റ്മോസ്റ്റ് 2 ചിൽഡ്രൻ വരണമെന്നാണ്. എക്സാക്റ്റ് 2 ആകുമ്പോഴാണ് ഫുൾ ബൈനറി ട്രീ ആവുന്നത്. അറ്റ്മോസ്റ്റ് അതായത് 0 വരാം, 1 വരാം, 2 വരാം, അങ്ങനെ അറ്റ്മോസ്റ്റ് 2 വരെ വരികയാണെങ്കിൽ വി ക്യാൻ കോൾ ദാറ്റ് ട്രീ ആസ് എ ബൈനറി ട്രീ. അപ്പോൾ T3 എന്ന് പറയുന്നത് ഒരു ബൈനറി ട്രീ ആണ്. T2 എന്ന് പറയുന്നത് ഒരു ബൈനറി ട്രീ അല്ല. T1 എന്ന് പറയുന്നത് ഒരു ഫുൾ ബൈനറി ട്രീ ആണ്. ഓക്കെ, കൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി 4ാമത്തെ ട്രീ നോക്കിക്കേ, T4 ആണ്. ഈ T4 എന്ന് പറയുന്നത് ഒരു ഫുൾ 3 array ട്രീ ആണ്. കാരണം എന്താണ്? അതിൻ്റെ ഓരോ ഇൻറ്റേർണൽ വേർട്ടിസസിനും എക്സാക്റ്റ് 3 ചിൽഡ്രൻ ആണ് വരുന്നത്. ആദ്യം റൂട്ട് നോഡ് നോക്കിയപ്പോൾ റൂട്ട് നോഡിന് 3 ചിൽഡ്രൻ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് റൂട്ട് നോഡിൻ്റെ ലെഫ്റ്റ് ചൈൽഡ് നോക്കിയപ്പോൾ അതിന് 3 എണ്ണം വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് റൂട്ട് നോഡിൻ്റെ ലെഫ്റ്റിൽ നോക്കിയിട്ടുള്ള ഈ ഒരെണ്ണത്തിന് 3 എണ്ണം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്തുള്ള ഇൻറ്റേർണൽ വേർട്ടിസസ്, അതായത് ലീഫ് നോഡ് അല്ലാത്ത എല്ലാ വേർട്ടിസസും നോക്കിക്കഴിഞ്ഞാൽ അതിനൊക്കെ എക്സാക്റ്റ് 3 ചിൽഡ്രൻ ആണ് വരുന്നത്. ലീഫ് നോഡ് അല്ലാത്തത്, അതായത് ഇൻറ്റേർണൽ വേർട്ടിസസിനൊക്കെ എക്സാക്റ്റ് 3 ചിൽഡ്രൻ ആണ് വരുന്നത്. സോ വി ക്യാൻ കോൾ ദിസ് ട്രീ, അതായത് T4 എന്ന് പറയുന്ന ഈ ഒരു ട്രീ എന്താണ്? ഫുൾ 3 array ട്രീ ആണ്. ഓക്കെ, ഇനി അടുത്ത ഗ്രാഫ്, അടുത്ത ട്രീ T5 എന്ന് പറയുന്ന ഈ ഒരു ട്രീ. ഇറ്റ് ഈസ് നോട്ട് എ ഫുൾ array ട്രീ ബിക്കോസ് ഫോർ എനി എം അതായത് ഏതൊരു എം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇതെന്താണ്? ഈ ഒരു ട്രീ T5 എന്ന് പറയുന്ന ഈ ഒരു ട്രീ ഒരു array ട്രീ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതിൽ ചില ഇൻറ്റേർണൽ വേർട്ടിസസിന് 2 ചിൽഡ്രൻ ആണ്, ചില വേർട്ടിസസിന് 3 ചിൽഡ്രൻ ആണ് വരുന്നത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇത് ഒരു ഫുൾ array ട്രീ ആണെന്ന് എമ്മിൻ്റെ ഒരു വാല്യൂ വെച്ചിട്ടും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ റൂട്ട് നോഡിനെ നോക്കിക്കുക, റൂട്ട് നോഡിന് എന്താണ്? 2 ചിൽഡ്രൻ ആണ് വരുന്നത് അല്ലേ? റൂട്ട് നോഡിന് 2 ചിൽഡ്രൻ വരുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് റൂട്ട് നോഡിൻ്റെ ലെഫ്റ്റ് നോഡും റൈറ്റ് നോഡും ഏതാണ്? 3 ചിൽഡ്രൻ ആണ് വരുന്നത് അല്ലേ? അപ്പം നമുക്ക് ഒരിക്കലും ഇതൊരു ഫുൾ array ട്രീ ആണ് എന്ന് പറയാനായിട്ട് കഴിയില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ബൈനറി ട്രീ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. നിങ്ങൾക്കത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ്, ഇതിനകത്ത് ഒരു നോട്ട് പറയുന്നത് an ordered rooted tree is a rooted tree where the children of each internal vertex are ordered. Ordered rooted trees are drawn so that the children of each internal vertex are shown in order from left to റൈറ്റ്. ഒരു ഓർഡേർഡ് റൂട്ടഡ് ട്രീ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ റൂട്ടഡ് ട്രീ വേർ ദ ചിൽഡ്രൻ ഓഫ് ഈച്ച് ഇൻറ്റേർണൽ വേർട്ടെക്സ് ആർ ഓർഡേർഡ്. ഇതിനകത്ത് റൂട്ടഡ് ആയിരിക്കും, അതിൻ്റെ ഓരോ ചിൽഡ്രനും, ഓരോ ഇൻറ്റേർണൽ വേർട്ടെക്സിൻ്റെ ചിൽഡ്രനും ഓർഡറിലായിരിക്കും ഉണ്ടായിരിക്കുക. സോ അത് നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്? സോ ദാറ്റ് ദ ചിൽഡ്രൻ ഓഫ് ഈച്ച് ഇൻറ്റേർണൽ വേർട്ടെക്സ് ആർ ഷോൺ ഇൻ ഓർഡർ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ആ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് വരയ്ക്കുന്നത്. ഓക്കെ.